നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. പലപ്പോഴും ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റുകൾ കണ്ടുവരുന്ന സ്ത്രീകൾ സ്ഥിരമായി പറയാറുള്ളൊരു പല്ലവിയാണ്, ഡോക്ടറെ, ഞാൻ പ്രസവശേഷം ഇന്ന് വരെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ടില്ല, പരിശോധിക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല, ഞാൻ സ്കാനും ചെയ്തിട്ടില്ല. വളരെ അഭിമാനത്തോടെയാണ് അവരത് പറയുന്നത്. അങ്ങനെയാണോ വേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു വിചിന്തനം ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. സാധാരണ സ്ത്രീകളുടെ പ്രസവം കഴിയുമ്പോഴേക്കും അവർക്കൊരു 30-32 വയസ്സേ ആവുകയുള്ളൂ. നമ്മളുടെ ഒരു സാമൂഹിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഉടനെ തന്നെ ആദ്യത്തെ കുട്ടി, പിന്നെ ഒരു 4-5 വർഷം കഴിയുമ്പോൾ അടുത്ത കുട്ടി, അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ 32 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മളടുത്ത് അവർ വരുമ്പോഴത്തേക്കും 46-47 വയസ്സൊക്കെ ആയിരിക്കും. അപ്പോൾ അതുവരെ ഒരു ഡോക്ടറെയും കാണാതിരുന്നാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ട്. 2-3 കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, ഏറ്റവും നമ്മൾ പേടിക്കേണ്ടത് ഗർഭാശയത്തിൻ്റെ മുഖത്തും അണ്ഡാശയങ്ങളിലും വരുന്ന ക്യാൻസറുകളെ പറ്റിയാണ്. അണ്ഡാശയങ്ങളിൽ വരുന്ന ക്യാൻസർ ആണെങ്കിൽ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാക്കുകയില്ല. സാധാരണ എല്ലാവർക്കും തോന്നുന്നത് പോലെ വയറിലൊരു ഗ്യാസ്, വയറ് വീർക്കുന്നോ എന്നൊരു തോന്നൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. അത് മാസമുറയിൽ വ്യത്യാസമൊന്നും ഉണ്ടാക്കുകയില്ല. അതുകൊണ്ട് തന്നെ അണ്ഡാശയത്തിലൊരു മുഴ വന്നു കഴിഞ്ഞാൽ ഗർഭാശയത്തിൻ്റേതുപോലെയല്ല നമ്മൾ അറിയാൻ വൈകുന്നു. എന്നാൽ ഒരു സ്കാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം. അണ്ഡാശയ മുഴകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ ചികിത്സിക്കുക, നമ്മുടെ ജീവനും ആരോഗ്യത്തിനും പ്രശ്നമില്ലാതെ നമ്മൾ രക്ഷപ്പെടുക എന്നതാണ് അത് കാണിക്കുന്നത്. രണ്ടാമത്, ഗർഭാശയത്തിൻ്റെ മുഖത്ത് വരുന്ന ക്യാൻസർ സെർവിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്യാൻസർ സെർവിക്സ് വരുന്നതിന് 10 വർഷം മുമ്പ് വളരെ വളരെ ലളിതമായ പാപ്സ്മിയർ എന്ന ടെസ്റ്റിലൂടെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഈ സ്ത്രീക്ക് ക്യാൻസർ സെർവിക്സ് വരാനുള്ള സാധ്യതയുണ്ടോ, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഒരു ഔട്ട് പേഷ്യൻ്റ് ബേസിസിൽ, അതായത് വന്ന് അഡ്മിറ്റ് ചെയ്യുക പോലും വേണ്ട, ഔട്ട് പേഷ്യൻ്റ് ബേസിസിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ക്യാൻസർ തടയാൻ സാധിക്കും. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ലോകത്തിലെ ക്യാൻസർ സെർവിക്സ് ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണ് എന്നുള്ളതാണ്. കേരളത്തിൽ അതിൻ്റെ ശതമാനം വളരെ കുറവാണെങ്കിൽ പോലും കേരളത്തിലെ സ്ത്രീകളും ഈ പാപ്സ്മിയർ ടെസ്റ്റിന് എല്ലാ 3 വർഷവും 30 വയസ്സ് കഴിഞ്ഞാൽ വിധേയരാകേണ്ടതാണ്. അതിനും ഡോക്ടറെ കണ്ടാലല്ലേ ഡോക്ടർമാർക്ക് സഹായിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ അണ്ഡാശയത്തിലെ മുഴകളും അണ്ഡാശയത്തിൽ വരുന്ന രക്തസ്രാവവും, തീർച്ചയായിട്ടും രക്തസ്രാവം വരുമ്പോൾ അവർ വരിക തന്നെ ചെയ്യും. ഇതിനകത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ 45 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കാണ്. 45 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ആർത്തവ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ വിചാരിക്കുന്നത് എന്താണ്, ഇത് ആർത്തവം നിൽക്കാൻ പോകുന്നതിൻ്റെയാണ്, മെനോപോസ് വരുന്നതിൻ്റെയാണ്. അപ്പോൾ അമ്മ പറയും, മോളെ എനിക്കും ഇങ്ങനെയായിരുന്നു, എല്ലാ സ്ത്രീകൾക്കും മാസമുറ നിൽക്കാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കാണും. കൂട്ടുകാരോട് പറഞ്ഞാൽ എല്ലാവരും ഒരു കൊച്ചു ഗൈനക്കോളജിസ്റ്റുകളാണ്. അവർ പറയും, ഇത് നിൽക്കാൻ പോകുന്നതിൻ്റെയാണ്, പ്രശ്നമൊന്നുമില്ല. പലർക്കും പ്രശ്നം കാണില്ല. പക്ഷേ ക്യാൻസർ ഗർഭാശയത്തിൽ വരാൻ സാധ്യതയേറെയുള്ള ചില സ്ത്രീകളുണ്ട്. പോളിസിസ്റ്റിക് ഓവറി, PCOD ഉണ്ടായിരുന്നെങ്കിൽ, നേരത്തെ മാസമുറ തെറ്റിയാണ് വന്നുകൊണ്ടിരുന്നതെങ്കിൽ, 45-50 ദിവസം കൂടുമ്പോൾ മാസമുറ വന്നിട്ട് അവർക്ക് ബ്ലീഡിങ് കൂടുതലായിരുന്നുവെങ്കിൽ, അവർക്ക് നേരത്തെ തന്നെ രോമവളർച്ചയും പിന്നെ മുഖക്കുരുവും ഒക്കെ കൂടുതലുള്ളവരായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഡയബറ്റിസോ പ്രഷറോ ഉണ്ട്, അല്ലെങ്കിൽ അമിതമായ വണ്ണമുണ്ട്, ഈ വക കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഗർഭാശയത്തിനകത്ത് ക്യാൻസറിൻ്റെ സാധ്യത കൂടുതലാണ്. അത് ക്യാൻസർ വരുന്നതിന് മുമ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു സ്കാൻ ചെയ്യണം. അഥവാ സ്കാനിൽ ഗർഭാശയത്തിൻ്റെ അകത്തെ പാടയുടെ കട്ടി കൂടുതലാണെങ്കിൽ വളരെ വളരെ ലളിതമായ ഒരു ബയോപ്സി ടെസ്റ്റ് ഉണ്ട്. അത് ഒരു OP ബേസിസിൽ തന്നെ ചെയ്യാവുന്നതുമാണ്. അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഈ സ്ത്രീകളുടെ അമിതമായ വണ്ണം എന്ന് പറയുന്നത് ക്യാൻസറിലോട്ടുള്ള ഒരു യാത്രയാണ്. അമിതമായ വണ്ണമുള്ളവർക്ക്
മാറിടത്തിലെ ക്യാൻസർ കൂടുതൽ വരാം, അണ്ഡാശയത്തിലെ ക്യാൻസർ കൂടുതൽ വരാം, ഗർഭാശയത്തിലെ ക്യാൻസർ കൂടുതൽ വരാം. അതുകൊണ്ട് ഒരു ഡോക്ടറെ കണ്ട് പരിശോധിപ്പിച്ചാൽ മാത്രമേ ഇതെന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളൂ. ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ മാറിടവും കൂടെ സാധാരണഗതിയിലൊന്ന് നോക്കും, മുഴകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് ഡോക്ടറെ അടുത്ത് പോകേണ്ടിയേ വന്നിട്ടില്ല എന്ന അഭിമാനം കൊള്ളാതെ തീർച്ചയായിട്ടും ഡോക്ടർമാരെ കണ്ട് സ്കാൻ ചെയ്ത് പാപ്സ്മിയർ ടെസ്റ്റും എടുക്കേണ്ടത് അത്യാവശ്യമാണ്. നന്ദി, നമസ്കാരം.